ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഇന്നാണെന്നുണ്ടെങ്കിൽ അലോകിനെയും അതുപോലെ തന്നെ അച്യുതനെയും 18ന്റെ പണിയാണ് നമ്മുടെ ബാലനും മക്കളും കൂടി കൊടുത്തിരിക്കുന്നത്. ഗോമതി അടുത്ത് പറയുന്നുണ്ട്, ഞാൻ അവരുടെ അടുത്ത് ഒരു ശത്രുതയ്ക്കും പോകുന്നില്ല ഗോമതി, അവരായി അവരുടെ പാടായി. അപ്പൊ ഗോമതി പറയുന്നത്, ബാലേട്ടന് ഇത് എന്ത് പറ്റി? ഒരു തണുപ്പൻ നയം. സാധാരണ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ബാലേട്ടൻ നേരിട്ടിറങ്ങി അവരെ പിടിച്ച് രണ്ട് പൊട്ടിക്കാനുള്ള പതിവ്. ഇന്ന് ബാലേട്ടൻ എന്ത് പറ്റി? അവരൊന്നും ചെയ്യാത്തത്. ഗോമതി, ഞാൻ ഒരു പ്രശ്നത്തിനുമില്ല, അവരായി അവരുടെ പാടായി, നീയും പ്രശ്നത്തിനൊന്നും പോകണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല ബാലേട്ടൻ, ഞാൻ ഇപ്പൊ തന്നെ പോവാണ്. രണ്ട് വർത്താനം എനിക്ക് കൃഷ്ണമംഗലക്കാരോട് പറയണം. ഗോമതി, ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചാ മതി, നീ ഒന്നും ചോദിക്കാനും പറയാനും പോകണ്ട, ഞാൻ പറഞ്ഞല്ലോ അതുപോലെ അനുസരിച്ചാ മതി. ദേവിമോളെ മീനാക്ഷിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയിക്കേ. ഗോമതി, നിന്നോട് കൂടിയാ പറഞ്ഞ അകത്തേക്ക് പോ. എടാ ആര്യ, എടാ ആകാശേ, ധർമ്മ, നിങ്ങൾ 3 പേരും വന്നേ. അതെ, പച്ചക്കറി ലോഡ് വന്നിട്ടുണ്ട്, നമുക്കത് എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പൊ അവർക്കൊന്നും മനസ്സിലാവണില്ല, ഇത് എന്താണ് ആ അച്ഛൻ ഇങ്ങനെ പറയണത്? നിങ്ങളത് പറഞ്ഞത് കേട്ടില്ലേ, പച്ചക്കറിയുടെ ലോഡ് ഇറങ്ങിയിട്ടുണ്ട്, എടുക്കാൻ പോണോന്ന്, വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോവാണ്. പക്ഷെ ബാലൻ പോണത് വേറെ എവിടെയല്ല, അച്യുതനും അതുപോലെ തന്നെ അലോകിനും 18ന്റെ പണി കൊടുക്കാനാണ്. കൂടെ മറ്റേയാളുണ്ട്, ആ ശരത്ത്. അങ്ങനെ അവരെ 3 പേരും കൂടി അവരുടെ ഫാക്ടറി പോയിട്ട് ഇടിച്ച് നിലംപതിശാക്കാണ് നമ്മുടെ ബാലൻ കേട്ടോ. അതിനുശേഷം അച്യുതനാകെ തളർന്നൊടിഞ്ഞ് അവിടെ കിടപ്പായി. അലോകിനെ പിടിച്ച് ഉരുട്ടിയിട്ട് നമ്മുടെ ആകാശ് പറയണ്ടേ, എന്റെ മീനുനെ കള്ളിയാക്കാൻ വേണ്ടി നോക്കിയ നീയല്ലേ, നീ അവളെ വിളിച്ച് സോറി പറയണം. ഞാനോ? ഞാൻ സോറി പറയില്ല. ബാലൻ പറയണ്ട്, ശരിക്കും പറഞ്ഞാൽ മീനുമോളുടെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞ് കരയേണ്ടതാണ് നീ. പക്ഷെ നിന്നെ പോലത്തെ ഒരുത്തൻ മീനുമോളുടെ കാലിൽ വീണതിനാരെ അതിന്റെ അശുദ്ധി എന്റെ മീനുമോൾക്ക. അതുകൊണ്ട് നീ കാല് പിടിച്ച് മാപ്പ് പറയണ്ട, ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞാൽ മതി. ഞാൻ മാപ്പൊന്നും പറയില്ല എന്ന് അലോക് പറയുമ്പോ, നീ പറയില്ലേടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലോകിന്റെ തല പിടിച്ച് തിരിക്കുകയാണ്. വേണ്ട വേണ്ട, ഞാൻ പറയാം. അങ്ങനെ വേണം, ഭയം ഇരിക്കട്ടും. വേഗം തന്നെ ആകാശ് മീനിന്റെ മൊബൈലിലേക്ക് വിളിക്കാണ്. ഹലോ മീനു, നീ വീട്ടിലല്ലേ? അതേ ആകാശ്, ഭയങ്കര ക്ഷീണം, കിടക്കാൻ പോവായിരുന്നു. കിടക്കല്ലേ, നിനക്കൊരു കാര്യമുണ്ട്, നിന്നോട് ഒരാൾക്ക് മാപ്പ് പറയണോന്ന്. മാപ്പോ? ആർക്ക്? അതൊക്കെ ഉണ്ട് നമ്മുടെ അലോക് മോന്. അലോകിനോ? നീ വെയിറ്റ് ചെയ്, അലോകെ പറയടാ എന്ന് പറയാണ്. അലോക്, ഹലോ മീനു ചേച്ചി, സോറി, മാപ്പാക്കണം, ക്ഷമിക്കണം, ഇനി ഒരിക്കലും മീനാക്ഷി എടുത്തിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് സന്തോഷമാവാണ്. ആകാശ് ചോദിക്കുന്നുണ്ട്, മീനാക്ഷി നിനക്ക് സന്തോഷമായില്ലേ മോളെ? സന്തോഷമായ ആകാശേ, എനിക്ക് അച്ഛൻ ഇവിടെ നിങ്ങളെല്ലാരും വിളിച്ചോണ്ട് പോയപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നു, പകരം ചോദിക്കാൻ പോവാന്ന്. അച്ഛൻ അങ്ങനെ വെറുതെ വിടില്ലല്ലോ. അച്ഛനെ മക്കൾക്ക് എന്ത് പറ്റിയാലും, മരുമക്കൾ ആരെങ്കിലും ദ്രോഹിച്ച അച്ഛൻ വെറുതെ വിടില്ല. അച്ഛനാണ് സ്റ്റാർ. ഓഹോ, അപ്പൊ അലോകിനടിച്ച ഞങ്ങൾ മക്കളാരും സ്റ്റാർ അല്ലല്ലേ, നിങ്ങൾ ചെറിയ സ്റ്റാർ, അച്ഛനാണ് ബിഗ് സ്റ്റാർ എന്ന് മീനാക്ഷി പറയണം. അത് കേൾക്കുമ്പോ ആകാശിന്റെ സന്തോഷാവാട്ടോ. എന്ത് പറഞ്ഞു മീനു എന്ന് ബാലൻ ചോദിക്കുമ്പോ, ഓ നമ്മളൊക്കെ എന്ത്, അച്ഛനെന്തോ സ്റ്റാർ ആണെന്നാ അവള് പറയണത്. എടാ, എന്റെ മക്കളെക്കാളും നന്നാട്ടെ മരുമക്കൾക്ക് എന്നെ അറിയാം. മീനാക്ഷി മോൾക്ക് അപ്പോഴേ മനസ്സിലായി ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോണത് എന്തിനാണെന്ന്. പക്ഷെ അപ്പോഴും എന്റെ പൊട്ടി ഭാര്യക്ക് ഒന്നും മനസ്സിലായില്ല. ആര്യം പറയണ്ടേ, അച്ഛാ പൊട്ടി ഭാര്യ എന്നൊന്നും പറയല്ലേ, അത് ഞങ്ങളുടെ അമ്മയാണ്, അമ്മ അടുത്ത് ചോദിക്കാനും പറയാൻ ഞങ്ങളുണ്ട് മക്കള് എന്ന് പറയാണ്. ഓ അതൊക്കെ ശരി, എന്തായാലും നമുക്ക് വലിയൊരു കാര്യം കഴിഞ്ഞു. നാളത്തെ ദിവസം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, നാളെ ഞായറാഴ്ചയല്ലേ അളിയ എന്ന് ധർമ്മം ചോദിക്കുമ്പോ ഒറ്റ അടി വെച്ചു തരൂ. അല്ല, നാളെ ഗോമതി സ്റ്റോഴ്സ് ഉച്ച വരെയുള്ളൂ. അതല്ലേ? എടാ മണ്ട, നാളെ ഉച്ച കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അനുവിനെ പെണ്ണ് കാണാൻ വേണ്ടി ആ പയ്യൻ വരുന്നത്. ബാങ്ക് മാനേജർ ആണ്, അത് മാത്രല്ല നല്ല കൂട്ടരാണ്. അനുവിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ ആ പയ്യന് ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത്. പയ്യനെ നമുക്ക് ഇഷ്ടമായല്ലോ. അവര് നാളെ ഉച്ച കഴിഞ്ഞിട്ട് 4 മണിയോടുകൂടി വീട്ടിലെത്തും. ചായ കുടിക്കാൻ അവരുണ്ടാകും. അതൊക്കെ നമുക്ക് സൂപ്പർ ആക്കാം, ചാച്ചൻ വരാൻ പറ എന്ന് ആര്യം പറയാണ്. അപ്പൊ ആകാശ് പറയണ്ട, അല്ല അനുക്ക് ചെറിയൊരു നീരസമുണ്ട്. എന്ത് നീരസം? ഒരു നീരസം വേണ്ട, അവളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തുന്നു, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലനും മക്കളും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് ഗോമതി ഇങ്ങനെ നിൽക്കാണ്. ബാലേട്ടാ, അപ്പൊ ഇവിടെ നിന്ന് പോയത് പച്ചക്കറി ലോഡ് എടുക്കാനല്ല, എന്റെ ഏട്ടൻ എന്ന് പറഞ്ഞവനെയും അവന്റെ മകന്റെ ലോഡ് എടുക്കാനാണല്ലേ? പിന്നെ എന്റെ ഗോമതി, നീ എന്താ വെച്ചത്? എന്റെ മരുമക്കളെ തൊട്ടാ ഞാൻ വെറുതെ ഇരിക്കുമെന്നോ? ഈ ബാലനാരാണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. നാളെയാണ് അനുവിനെ പെണ്ണ് കാണാൻ വേണ്ടി ആ പയ്യൻ വരുന്നത്, അറിയാലോ അല്ലേ? സിദ്ധാർത്ഥ് അന്നല്ലേ ആ പയ്യന്റെ പേര്? അതെ, അവൻ നാളെ വരും 4 മണിക്ക്. നമ്മുടെ അനുമോളുടെ ഫോട്ടോ കണ്ടപ്പോ അവന് ഇഷ്ടമായെന്നോ? ആണോ? പറഞ്ഞില്ലേ നമുക്ക് ആ പയ്യന് ഇഷ്ടമായെന്ന്? ഞാൻ പറഞ്ഞു, ഞങ്ങളെ വീട്ടിലെ എല്ലാവർക്കും പയ്യന് ഇഷ്ടമായെന്ന്. ആ പയ്യന്റെ അച്ഛനും അമ്മയും അനുമോളെ കണ്ടതാണല്ലോ അമ്പലത്തിച്ചിട്ട്. നാളെ പയ്യൻ വരുന്നുണ്ട് നേരിട്ട് കാണാനായിട്ട്. അപ്പൊ അനുമോളെ ഒരിക്കൽ റെഡിയാക്കി നിർത്തണം കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഏറ്റു. പിന്നെ ചായയും പലഹാരവും ഒക്കെ റെഡിയാക്കണം, അതൊക്കെ ഞങ്ങൾ ഏറ്റു ബാലച്ച എന്ന് ദേവി പറയാണ്. അപ്പൊ മീനാക്ഷി പറയണ്ട്, ഹാവൂ, അങ്ങനെ നാളത്തെയും കൂടി ചടങ്ങ് കഴിഞ്ഞാൽ സമാധാനായി. പയ്യനെ അനുക്കും ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്, ആണോ എന്ന് ബാലൻ ചോദിക്കുമ്പോ, അതേ അച്ഛാ, അവൾക്കും ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. ഏതായാലും നന്നായി എന്ന് ബാലൻ പറയാണ്. പിറ്റേ ദിവസം വൈകിട്ട് തന്നെ
ചെക്കനും കൂട്ടുകാരും വരുവാട്ടെ. നമുക്ക് പരിചയമുള്ളൊരു ചെക്കനാണ്, അന്ന് ഫോട്ടോ കാണിച്ച പയ്യനല്ല, നമ്മുടെ എനിക്ക് തോന്നുന്നു സൂര്യ ടിവിയിൽ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു പയ്യനാട്ടോ. അപ്പൊ ആ പയ്യനാണ് വരുന്നത്. അപ്പൊ പെണ്ണ് കാണാൻ വേണ്ടി ആ പയ്യനും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ, വീടും വീട്ടുകാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ പെണ്ണിനെ കണ്ടില്ലല്ലോ എന്ന് പയ്യൻ പറയുമ്പോഴേക്കും അനുമോളെ വാ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി വിളിക്കുകയാണ്. അപ്പൊ ദേവിയും അതുപോലെ തന്നെ മിത്ര അനുവിനെയും കൂട്ടിക്കൊണ്ട് വരുവാണ്. ബാലൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതാണ് എന്റെ മൂത്ത മരുമകൾ ദേവി, ഇതെന്റെ മൂത്ത മോൻ ആനന്ദ്, ഇത് രണ്ടാമത്തവൻ ആകാശ്, അത് ആകാശിന്റെ ഭാര്യ മീനാക്ഷി, ഇത് മൂന്നാമത്തവൻ ആര്യൻ, ഇത് ആര്യന്റെ ഭാര്യ മിത്ര എന്ന് പറയാണ്. ഇത് ധർമ്മന്റെ ഭാര്യ പുറത്തു വരെ പോയിരിക്കുകയാണ്. ഓഹോ, അപ്പൊ ഇവിടെ എന്നെ അനു മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാനല്ലേ? അതെ, അതുകൊണ്ട് അനുവിന്റെ വിവാഹം കൂടി നടത്താൻ വിചാരിച്ചു. എന്തായാലും എനിക്ക് കിട്ടിയ മരുമക്കളും മക്കളൊക്കെ സൂപ്പറാണ് എന്ന് ബാലൻ പറയാണ്. ആ സമയത്ത് പെണ്ണുകാമ പയ്യൻ പറയണ്ട്, അച്ഛന്റെ ആ വിശ്വാസം ഞാനായിട്ട് തെറ്റിക്കില്ല, അനുവിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അങ്ങനെ അനു ചായയായിട്ട് വരാണ്. പയ്യനെ ഭയങ്കര ഇഷ്ടമാട്ടോ, അനുക്കും ചെറിയ ഇഷ്ടമൊക്കെ ആവുന്നുണ്ട്. പെണ്ണിന്റെ ചെക്കനെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ ബാലച്ച എന്ന് ദേവി പറയാണ്. അതെ 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 അച്ഛ, അതാ നല്ലത് എന്ന് പറയണം. അങ്ങനെ പെണ്ണും ചെറുക്കനോട് സംസാരിക്കാൻ വേണ്ടി ദേവിയുടെ റൂമിലേക്ക് പോവാട്ടോ. പയ്യൻ പറയണ്ട്, അനു തന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടമായിട്ടോ, നേരിട്ട് കാണാൻ ഒത്തിരി ഇഷ്ടമായി എന്ന് പറയാണ്. പിന്നെ താൻ പഠിക്കുവാണല്ലേ, തന്റെ പഠിപ്പൊന്നും വെറുതെ കളയണ്ടോ, കല്യാണം കഴിഞ്ഞാൽ താൻ പഠിച്ചോ, തനിക്ക് ജോലിക്ക് പോകണോ, താൻ ജോലിക്ക് പോയിക്കോ. എന്റെ വീട്ടിൽ എനിക്ക് പെങ്ങളുണ്ട്, കല്യാണം കഴിഞ്ഞു, പക്ഷെ അവള് ജോലിക്ക് പോകും. പിന്നെ എന്റെ അമ്മ അച്ഛനൊക്കെ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്, ഞാനും ജോലിക്ക് പോകും. സത്യം പറഞ്ഞാൽ വീട്ടിൽ അങ്ങനെ ആരുമില്ല, താൻ ജോലിക്ക് പോകണമെങ്കിൽ തനിക്കും ജോലിക്ക് പോകും, ഒരു കുഴപ്പമില്ല. സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് തനിക്ക് ജീവിക്കാം. പിന്നെ താനൊന്നും പറഞ്ഞില്ല, തനിക്ക് എന്നെ ഇഷ്ടമായില്ലേ? അത് പിന്നെ മൗന സമ്മതമാണെന്ന് ഞാൻ വിചാരിക്കട്ടെ. അനു ചിരിക്കുകയാണ്. ശേഷം അയാൾ മൊബൈൽ ഫോണിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇത് എന്റെ നമ്പറാണ്, അനു ഫ്രീ ആകുമ്പോ വിളിക്ക്. പിന്നെ നമുക്ക് നിശ്ചയമൊന്നും വേണ്ട, ഡയറക്റ്റ് കല്യാണത്തിലേക്ക് പോകുന്ന എന്റെ അച്ഛന്റെ അമ്മയുടെ തീരുമാനം, അത് തന്റെ അച്ഛനോടും വേണ്ട സംസാരം കൂടിയാ എന്റെ അച്ഛനും അമ്മയും വന്നത് എന്ന് പറയാണ്. അനുവിന്റെ സന്തോഷമാണ്. ശേഷം പയ്യന്റെ അച്ഛനും അമ്മയും പറയണ്ടേ, നമുക്ക് വിവാഹ നിശ്ചയം നടത്തേണ്ട ബാല, ഇപ്പൊ എല്ലാം ഒരുമിച്ചാണല്ലോ, നമുക്ക് വിവാഹ നിശ്ചയം കല്യാണം ഒരുമിച്ച് നടത്താം. അതാ ഞങ്ങൾക്കും താല്പര്യം എന്ന് ബാലൻ പറയാണ്. അങ്ങനെ നമുക്ക് ഉടനെ തന്നെ ഒരു ദിവസം എടുത്താലോ, ഇവനാണെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം 35 വയസ്സിലുള്ള ജാതകത്തിൽ പറഞ്ഞേക്കണം. 30 വയസ്സ് കഴിയാൻ ഇനി 3 മാസം കൂടി ഉള്ളൂ. അപ്പൊ വിവാഹം അടുത്ത മാസം തന്നെ നടത്തിയാലോ, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിലും ഓക്കെ കേട്ടോ. ബാലൻ പറഞ്ഞു ഞങ്ങൾക്ക് ഡബിൾ സമ്മതം എന്ന് പറയാണ്. അങ്ങനെ പയ്യനും സന്തോഷമാവാണ്. അവരവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് പയ്യൻ നമ്മുടെ അനുവിനെ നോക്കി ഫോൺ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ. അനുവും പതുക്കെ ചിരിക്കുന്നുണ്ട്. അത് കാണുമ്പോ മീനാക്ഷി മിത്ര അനു നടക്കട്ടെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാട്ടോ. ആ സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് അലോക് അവിടെ മുകളിൽ നിൽക്കണം. എടാ അത് എന്റെ പെണ്ണാടാ, അവളെ ഞാൻ നിനക്ക് വിട്ടു തരില്ലടാ, നീ നോക്കിക്കോ, നീ ഇരുന്ന് കൊതിച്ചോ, എത്ര വേണമെങ്കിലും കൊതിച്ചോ അവളെ കണ്ട്, പക്ഷെ അവളുടെ കഴുത്തിൽ താലി വീഴണമെങ്കിൽ ഈ അലോകിന്റെ കൈ കൊണ്ടിട്ടായിരിക്കും എന്ന് പറയാണ്. മനസ്സിൽ വിചാരിക്കണം അലോക്. ശേഷം തന്റെ അച്ഛനും അമ്മയുടെ പറഞ്ഞിട്ട് അനുവിനെ പെണ്ണ് കാണാനെ ഒരു പയ്യൻ വന്നിരിക്കണം, ഒരു സുമുഖൻ, ഒരു സുന്ദരൻ, അവൾക്കും ഇഷ്ടമായും തോന്നുന്നു. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ആ വിവാഹം നടത്തില്ല, അതിനാ മുടക്കിയിരിക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെയാണ് നമ്മുടെ അനുവിന്റെ വിവാഹത്തിന് രാവിലെ തന്നെ അലോക് അനുവിനെയും കൊണ്ട് സ്ഥലം വിടുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.